പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിലമ്പൂരിൽ അംഗം മുറുകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ AICC പ്രഖ്യാപിച്ചു. KPCC ഏകകണ്ഠമായി തീരുമാനിച്ച പേരാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. പ്രചാരണം നാളെ മുതൽ ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. അത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് അത് സ്വീകരിച്ച് അത് പ്രഖ്യാപിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ്. അവസരം വ്യക്തിപരമായി ലഭിച്ചതല്ലെന്നും നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ നടപ്പാക്കിയ വികസനത്തിന് തുടർച്ചയുണ്ടാകുമെന്നും ആര്യാടൻ ഷൗക്കത്ത്. എൻ്റെ പാർട്ടി UDF നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ്. ഈ അവസരം എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, UDFൻ്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, ഐക്യത്തോടുകൂടി കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും 2 തവണയായി നിലമ്പൂര് നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാനും എൻ്റെ പിതാവ് 3.5 പതിറ്റാണ്ട് കാലം നിലമ്പൂരിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിലുണ്ടായ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി വന്നതോടെ തന്നെ രാഷ്ട്രീയ നാടകങ്ങളും അരങ്ങേറാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഏറ്റവും അവസാനം നിലമ്പൂരിൻ്റെ ഹൃദയത്തുടിമ്പുകൾ നമുക്ക് മനസ്സിലാകുന്നത്? താങ്ക് യു SK. ഇതാ നിലമ്പൂരിന്റെ പോര് ആരംഭിക്കുകയാണ്. അതിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. AICCയുടെ പ്രഖ്യാപനം ഇന്ന് 6:30 കൂടിയാണ് വന്നത്. വലിയ നീണ്ടു നിന്നിട്ടുള്ള ചർച്ചകളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ സമയം മുതൽ കേൾക്കുന്ന സ്ഥാനാർത്ഥി ചർച്ചകളായിരുന്നു. അതിൽ 2 പേരുകളായിരുന്നു, ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയി എന്നുള്ളത്. ഇന്ന് ഉച്ചവരെയും ഈ ഒരു ചർച്ച നീണ്ടുനിന്നു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യമുള്ളത്. ഇന്ന് കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിന് ശേഷം AICCക്ക് KPCC കത്ത് നൽകുകയായിരുന്നു. അതിലൊരൊറ്റ പേരാണ് ഉണ്ടായിരുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഇനി മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അങ്ങനെ AICC അത് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ഐക്യകണ്ഠമായി ആണ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് പറയുകയും ചെയ്തു. ഒപ്പം ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നുള്ളതും 9 വർഷത്തെ വികസന മുരടിപ്പ് അത് തുറന്നു കാണിക്കും എന്നുള്ളതുമാണ്. നാളെ മുതലാണ് പ്രചാരണം ആരംഭിക്കുന്നത്. ആദ്യം ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ നിന്ന് അടുത്ത പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പാണക്കാട് പോകും. പാണക്കാട് പോയതിനു ശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഇവിടുത്തെ സ്മൃതി കുടീരങ്ങൾ സന്ദർശിച്ച ശേഷമായിരിക്കും പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതും ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പറഞ്ഞു. ഒപ്പം തന്നെ VS ജോയിയും ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ നേരിടും എന്നുള്ളത് പറഞ്ഞിരുന്നു. വലിയ പ്രതീക്ഷ VS ജോയിയും പക്ഷം വെച്ച് പുലർത്തിയിരുന്നു എന്നുണ്ടെങ്കിലും അത് ഒരു സമവായത്തിലൂടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നുണ്ടായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിസന്ധി UDFനെ സംബന്ധിച്ചുണ്ടായത് PV അൻവർ ആയിരുന്നു. PV അൻവറിന്റെ നിലപാടുകളായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചയായതും രാഷ്ട്രീയ അന്തരീക്ഷത്തെ തന്നെ ആകെ കലുഷിതമാക്കുകയും ചെയ്തത്. അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത് ഒരു വിജയസാധ്യത ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ചെകുത്താനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ല, അതൊരു നല്ല ചെകുത്താനായിരിക്കണം എന്നുള്ളൊരു പ്രയോഗം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. അതോടുകൂടി തന്നെ
തന്നെ വലിയ രീതിയിലൊരു ആത്മവിശ്വാസത്തിലായിരുന്ന UDF ക്യാമ്പിനെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുമോ എന്നുള്ള സംശയം UDFന്റെ ക്യാമ്പുകളിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആര്യടൻ ഷൗക്കത്തിന്റെ പേര് ഒറ്റക്കെട്ടായി എടുക്കുന്നതിന് കുറച്ചുകൂടി വേഗത കൂടി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആദ്യം എടുത്തിരുന്ന, അതായത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും നിരുപാധിക പിന്തുണ എന്ന ഒരു പദത്തിൽ നിന്ന് PV അൻവർ പിന്നോട്ട് പോയതിൽ UDF നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നു. അതിനെ തുടർന്ന് മറ്റൊന്നുള്ളത്, ഇനി തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ PV അൻവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ നൽകണമോ എന്നുള്ള കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തും. PV അൻവർ അതിലൊരു അന്തിമ തീരുമാനം എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോൾ പോലും ഇടഞ്ഞു തന്നെയാണ് PV അൻവർ. ഒപ്പം തന്നെ ഈ ആര്യടൻ ഷൗക്കത്തിന് എതിരെയുള്ള, അതായത് അദ്ദേഹം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി 2 മാസം മുൻപ് പരിശ്രമിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് എത്രത്തോളം ഒരു സമവായ ചർച്ചകളിലേക്ക് എത്തുമെന്നറിയില്ല. എന്നാൽ പോലും UDF അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്ത് വന്നു. 2 മാസം മുമ്പ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചയാളാണ് ആര്യാടൻ ഷൗക്കത്തെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഇന്ന് അൻവർ ഉന്നയിച്ചു. ഷൗക്കത്തിനെ പിന്തുണയ്ക്കണോ എന്ന കാര്യം 2 ദിവസങ്ങൾക്കകം തീരുമാനിക്കുമെന്നാണ് PV അൻവറിന്റെ നിലപാട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും AC-യും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. PV അൻവറിന്റെ വിമർശനത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. താൻ ആരാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഒരു കാര്യത്തിലും അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ എന്തായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷവും അതിനു മുൻപും നിലമ്പൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിട്ടും ഒക്കെ ഞാൻ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം, പാർട്ടിക്കറിയാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിലമ്പൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല അൻവറിൻ്റെ രാഷ്ട്രീയ ഗ്രാഫിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇന്ന് തന്നെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായും SKN, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാവിലെ മുതൽ ഇത്തരത്തിലൊരു അതൃപ്തി അൻവർ പരസ്യമായി പറഞ്ഞിരുന്നു. ഇന്നലെ ഏത് ചെകുത്താനായാലും വേണ്ടില്ല, പിണറായി സ്ഥിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ താൻ അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ നിലപാട് പൊടുന്നനെ മാറ്റുകയായിരുന്നു. ചെകുത്താൻ എന്നത് ഒരു പ്രയോഗം മാത്രമാണ്. നല്ല ചെകുത്താൻ, നന്മയുള്ള ചെകുത്താന് ആയിരിക്കണം സ്ഥാനാർത്ഥി, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് നന്മയുള്ള ചെകുത്താനാണോ എന്ന് നമ്മൾ എടുത്തു ചോദിച്ചു. അത് തനിക്ക് അറിയില്ല എന്നാണ് മറുപടി. VSGയുടെ കാര്യം ചോദിച്ചപ്പോഴും പറഞ്ഞത് അദ്ദേഹം വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയാവും, നല്ല യുവാവാണ് എന്നാണ് പറഞ്ഞത്. വൈകിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്. പ്രഖ്യാപനം വന്നതോടുകൂടി വളരെ ഈ PV അൻവറിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് VSGയെ കിട്ടാതെ പോയി എന്നുള്ളത് മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കാരണം ഇന്നലെ പറയുന്നു ഏത് ചെകുത്താനാലും മതി, ഇന്നാണെങ്കിൽ അങ്ങനെ എല്ലാ ചെകുത്താനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ മലക്കം മറിച്ചിലിന് എന്താണ് ഈ PV അൻവറിനെ പ്രേരിപ്പിച്ചത്? SKN, ഇതിൽ അസോസിയേറ്റ് മെമ്പറാക്കാം UDFന്റേത് എന്നൊരു ഉറപ്പ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പ്രഖ്യാപിക്കാനാകില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ VSGയുടെ പേര് UDF നേതാക്കളെയൊക്കെ PV അൻവർ അറിയിച്ചിരുന്നു. അത് അംഗീകരിച്ചില്ല. പക്ഷേ അതിനുശേഷം VD സതീശൻ അടക്കമുള്ള ആളുകൾ അവരെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് ചില ലീഗ് നേതാക്കൾ അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസം കൃത്യമായ രീതിയിൽ ഒരു കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാണ്. ഈ ലീഗ് നേതാക്കളൊക്കെ കണ്ടു നേരെ ഒതായിലെ തറവാട്ട് വീട്ടിലേക്ക് കയറി വന്ന PV അൻവർ വളരെ വൃത്തിയായി തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതായത് UDF സ്ഥാനാർത്ഥിക്കെതിരെ
ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു. ശേഷം 2 ദിവസം കാത്തിരിക്കാം, ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കട്ടെ, എന്നിട്ട് നടപടിയെടുക്കാമെന്നാണ് തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. ഈ 2 ദിവസം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ലീഗ് നേതാക്കൾ പറയുന്നതാണ് ഈ 2 ദിവസത്തെ കണക്ക്. അതിനുള്ളിൽ ഒരു UDF-ലേക്കുള്ള ഒരു പ്രവേശനം ഉറപ്പായാൽ ഒരുപക്ഷേ PV അൻവർ നിലപാട് മാറ്റും. അത് UDF-നുള്ള പിന്തുണയാകും, ആര്യാടൻ ഷൗക്കത്തിനുള്ള പിന്തുണയാകും എന്ന് പറയുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും സന്തോഷവാനല്ല PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു പിന്തുണയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നൽകാൻ ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറാകുന്നില്ല. SK. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് നിലമ്പൂരിൽ വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് ഇത് 2ാം ഊഴം. 2016 ആദ്യ മത്സരം. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത് രാഷ്ട്രീയത്തിനൊപ്പം സിനിമ, സാംസ്കാരിക രംഗങ്ങളിലും ഒക്കെ തന്നെ തൻ്റെതായ ഒരിടം കണ്ടെത്തിയിരുന്നു. നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ ചെയർമാനുമായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. ഏഴ് പതിറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറങ്ങി നിന്ന കോൺഗ്രസ് അധികായനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. വിവാദ കൊടുങ്കാറ്റ് വന്നാലും കുലുങ്ങാത്ത ഒറ്റയാൻ. 34 വർഷം നിലമ്പൂർ അടക്കിവാണ ആര്യാടൻ മുഹമ്മദിന് ചുവട് പിടിച്ച് മകനും രാഷ്ട്രീയത്തിലിറങ്ങി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ഷൗക്കത്തിന്റെ തുടക്കം KSUവിലൂടെ. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയതോടെ ആര്യാടൻ ഷൗക്കത്ത് കേരളം അറിയുന്ന യുവ നേതാവായി വളർന്നു. CPIM സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടി 2005 നിലമ്പൂർ പഞ്ചായത്ത് അംഗമായി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനായി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തോറ്റുകൊണ്ടായിരുന്നു തുടക്കം. 2016 നിലമ്പൂരിൽ PV അൻവറിനോട് തോറ്റു. സർഗാത്മക രാഷ്ട്രീയത്തിന്റെ മുഖമാണ് ആര്യാടൻ ഷൗക്കത്ത്. സിനിമയിലും സാംസ്കാരിക മേഖലയിലും സജീവം. പാഠമൊന്ന്, ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കപ്പുറം എന്നീ 3 സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു. KPCCയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തെരുവു നാടകവും കലാരൂപങ്ങളുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 7 കലാജാഥകൾ നടത്തി. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിനപ്പുറം സ്വന്തം നിലയിൽ വളർത്തിയെടുത്ത ജനകീയ പിന്തുണയുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് കൂട്ടായി. ന്യൂസ് ഡെസ്ക് 24. PV അൻവറിനെ അനുനയിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. അൻവറിൻ്റേത് സമ്മർദ്ദമായി കണക്കാക്കുന്നില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24 പറഞ്ഞു. അൻവറിന്റെ UDF പ്രവേശനത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും അടൂർ പ്രകാശ്. പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാകണമെങ്കിൽ UDF-മായി ഞങ്ങളെല്ലാവരുമായി കൂട്ടായി ആലോചിക്കണം. അതല്ലാതെ ഒറ്റയ്ക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ആ പ്രഖ്യാപനം നടത്തണമെങ്കിൽ UDF-ൻ്റെ ഞങ്ങളുടെ മറ്റ് ഘടകകക്ഷികളുണ്ട്, അവരുമായൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ PV അൻവർ നിർദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് AP അനിൽകുമാർ 24നോട് പ്രതികരിച്ചത്. ജോയിയുടെ പേര് ഞങ്ങളുടെ വിഷയം അദ്ദേഹം തന്നിട്ടില്ല. ജോയി ഞങ്ങളുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്തു. KPCC പ്രസിഡന്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ മറ്റ് പല ഘടകങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരവസരം വരുമ്പോൾ പരമാവധി പാർട്ടി അദ്ദേഹത്തിന് അവസരം നൽകും എന്ന് തന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അൻവറിനെ ഒപ്പം നിർത്താനുള്ള ചർച്ച നടത്തുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പ്രതികരിച്ചു. We will speak to him. Our leaders are there. The state leaders are speaking to him. The letter came to me, signed by all the senior leaders. The PEC, it is a process, Pradesh Election Committee. That letter came to me and I forwarded to High Command. That's it. Nilambur election today, our candidate has been declared and I'm very hopeful that we will lead and we will win the election. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദിലീപ് കുമാർ,
യഥാർത്ഥത്തിൽ വലിയൊരു കല്ലുകടിയായി PV അൻവറിൻ്റെ വെടിപൊട്ടിച്ചത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല അദ്ദേഹം ഇത്രയും വലിയൊരു കലിപ്പിലാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പോലും മനസ്സിലായി കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SKN കോൺഗ്രസ് നേതൃത്വത്തെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ PV അൻവർ ചില പരാമർശങ്ങൾ സ്ഥാനാർത്ഥിയാകാനിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയത്. പിന്നീട് വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോഴും വിമർശനത്തിൻ്റെ മൂർച്ച PV അൻവർ കുറച്ചില്ല. ശക്തമായ വിമർശനമാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ ഉന്നയിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാൻ 2 മാസം മുമ്പ് വരെ നീക്കം നടത്തിയിരുന്നയാളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഗുരുതര ആരോപണവും PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല പിണറായിസത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്ത് എന്നും PV അൻവർ പറഞ്ഞു. ഇതൊക്കെ കോൺഗ്രസ് നേതാക്കളെയും UDFിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട്. PV അൻവർ നേരത്തെ നൽകിയിരുന്ന ഉറപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കും എന്നതായിരുന്നു. മാത്രമല്ല UDFിൽ തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വമൊക്കെ നടത്തുകയും ചെയ്തതാണ്. ആദ്യം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പ്രഖ്യാപനവുമായാണ്, എന്ന ആവശ്യവുമായാണ് PV അൻവർ നിറഞ്ഞത്. പക്ഷേ പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യമെല്ലാം PV അൻവറിൻ്റെ വാദമെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. 2016 ഇതേ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയതാണ്. 11,054 വോട്ടുകൾക്കാണ് അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ പരാജയപ്പെടുത്തിയത്. പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര സുഗമമായിരുന്നില്ല, നല്ലതായിരുന്നില്ല. ഇതിനിടെയാണ് ഇപ്പോൾ PV അൻവർ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് UDF പാളയത്തിലേക്ക് വരാനുള്ള സന്നദ്ധത അറിയിക്കുന്നത്, MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നത്. PV അൻവറും UDFും ചേർന്നുകൊണ്ട് ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തും എന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിനോട് അടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്ക് നേരത്തെ തന്നെ PV അൻവറിൻ്റെ ശൈലിയോട് വിയോജിപ്പുള്ളവരായിരുന്നു. അത് പ്രതിപക്ഷ നേതാക്കളെ PV അൻവർ വിമർശിച്ച രീതി, രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം, അങ്ങനെ പല കാര്യങ്ങളിലും PV അൻവറിനോട് ശക്തമായ വിയോജിപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു പാലം എന്ന നിലയിൽ മുസ്ലിം ലീഗാണ് ഈ ചർച്ചകൾക്കൊക്കെ മുൻകൈ എടുത്തിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി മുസ്ലിം ലീഗ് എത്രത്തോളം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കും എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും സ്ഥാനാർത്ഥിക്കെതിരായ ചില പരാമർശങ്ങൾ, മോശം പരാമർശങ്ങൾ അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് അവരെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും അൻവറിനെ പിണക്കേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ട്. അൻവറിനെയും കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നതാണ് UDFിലെ ചില നേതാക്കൾ അവർ കണക്കുകൂട്ടുന്നത്. ആ നിലയിൽ അൻവറും UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെയായുള്ള ഭിന്നത പറഞ്ഞു തീർക്കുന്നതിന് അവർ ഒരുപക്ഷെ ശ്രമം നടത്തിയേക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭിന്നിച്ചു പോകുന്നത് ഗുണകരമല്ല എന്ന് ചില നേതാക്കൾ ഉപദേശിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസിന്റെയും UDFിന്റെയും നേതൃത്വങ്ങൾ. താങ്ക് യു ദിലീപ് കുമാർ. ഇപ്പോഴൊരു അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ ശക്തമായ മഴയിൽ കാറിന് മുകളിൽ മരം വീണു. കഴക്കൂട്ടം ഭാഗത്തു നിന്നും ശ്രീകാര്യം ഭാഗത്തേക്ക് പോയ കാറിന് മുകളിലേക്കാണ് മരം വീണത്. MG പ്രതീഷ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? SKN ഇന്ന് രാത്രി 8 മണിയോട് കൂടിയാണ് കാറിന് മുകളിൽ മരം വീണത്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയും കാറ്റുമുണ്ട്. ഇതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ റോഡിൽ മരം ഒടിഞ്ഞു വീണത്. ഈ ദേശീയപാതയിൽ പാങ്ങാപ്പാറയ്ക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. കഴക്കൂട്ടം ഭാഗത്ത് നിന്നും ശ്രീകാര്യം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് മുകളിലൂടെയാണ് അപ്രതീക്ഷിതമായി മരം ഒടിഞ്ഞു വീണത്. ഈ പാറ്റൂർ സ്വദേശി ഓടിച്ചിരുന്ന വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ കാർ ഡ്രൈവർക്ക് നിലവിൽ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പിന്നീടെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് ഈ മരച്ചില്ലകൾ ഇതിനോടകം തന്നെ
തന്നെ അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ അപകടത്തിന് പിന്നാലെ ഏറെ നേരം ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ആശ്വാസകരമായ കാര്യം മറ്റ് പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ ഈ കാറിലുണ്ടായിരുന്ന യാത്രക്കാരി രക്ഷപ്പെട്ടു എന്നതാണ്. ഇത്തരത്തിൽ പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീഴുകയും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മഴക്കെടുതികളാണ് തിരുവനന്തപുരം ജില്ലയിലും പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ മഴ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനുള്ളൊരു സാധ്യതയാണ് SKN ഉള്ളത്. അതുകൊണ്ട് ഈ പുറത്തിറങ്ങുന്ന ജനങ്ങൾ അത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം. SKN MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് കഴിയുമ്പോൾ മഴ വാർത്തകൾ വളരെ വിശദമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കാം. ആദ്യം ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം AICC നടത്തി. പിണറായി സർക്കാരിൻ്റെ താഴോട്ടുള്ള പതനത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന ഇലക്ഷനായിരിക്കും. നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ ആര്യാടൻ ഷൗക്കത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MLA ആയിരിക്കും. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഏകകണ്ഠമായെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വൻ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്നെ തഴഞ്ഞുവെന്ന തോന്നലില്ലെന്ന് മലപ്പുറം DC പ്രസിഡന്റ് VS ജോയ്. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലെ എതിർപ്പ് പരസ്യമാക്കിയ PV അൻവർ. സ്ഥാനാർത്ഥിയാകാൻ ആര്യാടൻ ഷൗക്കത്ത് LDF നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും ആരോപണം. ഘട്ടത്തിൽ നമുക്കറിയാം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും ACയും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. പ്രതികരിക്കാനില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത്. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അൻവറുമായി KPCC നേതൃത്വം ആശയവിനിമയം നടത്തുമെന്ന് ദീപദാസ് മുൻഷി. പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാകണമെങ്കിൽ UDFുമായി ഞങ്ങളെല്ലാവരുമായി കൂട്ടായി ആലോചിക്കണം. അതല്ലാതെ ഒറ്റയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ കൂടിയാലോചിച്ച് തീരുമാനമെന്ന് കൺവീനർ അടൂർ പ്രകാശ്. CPIM സംസ്ഥാന സെക്രട്ടറി യോഗം നാളെ. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയാകും. പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ. നിലമ്പൂരിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കണമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിൽ BJPയിൽ അമർഷം. പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്ത സ്ഥലമെന്ന് ആവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ. NDA യോഗം ചേർന്ന ശേഷം മത്സര കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIMനെയും നേതാക്കളെയും പ്രതികളാക്കി EDയുടെ അന്തിമ കുറ്റപത്രം. AC മൊയ്തീനും K രാധാകൃഷ്ണനും MM വർഗീസും പ്രതിപട്ടികയിൽ. കള്ളപ്പണം വെളുപ്പിക്കാൻ നേതാക്കൾ കൂട്ടുന്നെന്ന് EDയുടെ കുറ്റപത്രത്തിൽ. രാഷ്ട്രീയ വേട്ടയാടലെന്ന് K രാധാകൃഷ്ണൻ MP. തീക്കളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കരക്കടിഞ്ഞു. കണ്ടെയ്നറുകൾ പിടിച്ചെടുക്കുമെന്ന് കസ്റ്റംസ്. ഇറക്കുമതി ചുങ്കം അടയ്ക്കാൻ കപ്പൽ കമ്പനിക്ക് നിർദ്ദേശം. ചരക്ക് കപ്പൽ മുങ്ങിയ ഇടത്ത് 100 കണ്ടെയ്നറുകൾ കണ്ടെത്തി. എണ്ണ ചോർച്ച 2 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വ്യാപിച്ചെന്ന് കണ്ടെത്തൽ. എണ്ണപ്പാട തീരത്തെത്തിയാൽ നീക്കം ചെയ്യാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 4 പേർ മരിച്ചു. ആലപ്പുഴയിൽ കടയുടെ മേൽക്കൂര തകർന്നു വീണ 18-കാരിക്ക് ദാരുണാന്ത്യം. തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. 3 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സർവകലാശാലകളിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കാൻ നീക്കവുമായി ചാൻസലറായ ഗവർണർ. യോഗങ്ങളിലെ ഗവർണറുടെ പങ്ക് വിശദീകരിച്ച് സർവകലാശാല അറിയിപ്പുകൾ നൽകണമെന്ന നിർദ്ദേശം.
രാജ്ഭവനിലേക്ക് അയക്കുന്ന കത്തുകളിലും റിപ്പോർട്ടുകളിലും റഫറൻസ് രേഖകളുടെ ഇംഗ്ലീഷ് പകർപ്പ് കൂടി നൽകണമെന്നും ചാൻസലർ. സർക്കുലറിന്റെ പകർപ്പ് 24 ലഭിച്ചു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നു. 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് അയച്ചു. MR അജിത് കുമാറും മനോജ് എബ്രഹാമും യോഗേഷ് ഗുപ്തയും ഉൾപ്പെടെ പട്ടികയിലുണ്ട്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ എത്രയും വേഗം പരിഹാരം വേണമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. മുനമ്പത്തേത് മാനുഷിക പ്രശ്നം, ഏത് സമയത്തും ചർച്ചയ്ക്ക് തയ്യാർ. മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യം. സൗദിയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീണ്ടുപോകും. റിയാദ് കോടതി വിധിച്ച 20 കൊല്ലത്തെ തടവ് പൂർത്തിയാകാൻ ഇനി 1 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം. മലയാളി സമൂഹത്തോടും ഈ റിയാദ് നിയമസഹായ സമിതിക്കും അതുപോലെ തന്നെ ഇവിടെ രൂപീകരിച്ച ട്രസ്റ്റിനും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ശിക്ഷ ഇളവിനായി അപ്പീൽ നൽകുന്നത് ഉൾപ്പെടെ പരിശോധിക്കാൻ കുടുംബവും നിയമസഹായ സമിതിയും. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുകാന്ത് സുരേഷ് കീഴടങ്ങി. നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ പ്രതി ഹാജരായത് കൊച്ചി DCPക്ക് മുന്നിൽ. സുകാന്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് കോടതി. പ്രതിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യും. ഭീകരവാദവും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്ന് ലോകത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ പാക് വെടിനിർത്തലിൽ DGMO തലത്തിലല്ലാതെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. നിലപാട് അറിയിച്ചത് പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ. ഗുജറാത്തിൽ തിരംഗ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് CRPF ഉദ്യോഗസ്ഥനെ NIA അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസിന് നൽകിയെന്ന് കണ്ടെത്തൽ. നടപടി CRPF ഉദ്യോഗസ്ഥൻ മൂത്തി റാംജെട്ടിനെതിരെ. പ്രതിയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉപരിതല ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരോടും ദേശീയപാത അതോറിറ്റിയോടും വിശദീകരണം തേടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി AYF. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിയുന്നതിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വയനാട് തിരുനെല്ലിയിലെ അരുങ്കൊലയ്ക്ക് കാരണം കുടുംബ ബന്ധത്തിലെ അസ്വാരസ്യങ്ങളെന്ന പോലീസ്. പങ്കാളിയായ പ്രവീണെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ദിലീഷിനെ ചോദ്യം ചെയ്യുന്നു. യുവതി വെട്ടേറ്റ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ കാണാതായ മകളെ കണ്ടെത്തി. VS അച്യുതാനന്ദനെ പുകഴ്ത്തിയും പിണറായി വിജയനെ പരോക്ഷമായി പരിഹസിച്ചും G സുധാകരന്റെ കവിത. VS കുട്ടനാടിന്റെ വീരപുത്രൻ എന്ന G സുധാകരൻ. 2011 തുടർഭരണം വരാതിരിക്കാൻ യൂദാസുമാർ പത്മവ്യൂഹം തീർത്തെന്നും കവിതയിലെ വരികൾ. കലാകുമുദിയിൽ കവിത പ്രസിദ്ധീകരിച്ചത് ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലെ ആഹ്വാനം എന്ന പേരിൽ. തിരുവനന്തപുരത്തെ മടവൂരിൽ മധ്യവയസ്കനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മടവൂർ മാങ്കോണം സ്വദേശി നജിയും. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം. അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് PCC അധ്യക്ഷൻ, ജാക്കിർ ഹുസൈൻ, റൌസലിന തിർക്കെ, പ്രദീപ് സർക്കാർ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാർ. IPL പഞ്ചാബിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ബാറ്റിംഗ്. 16 ഓവർ കഴിഞ്ഞപ്പോൾ മുംബൈ 5 വിക്കറ്റിന് 150 റൺസ് പിന്നിട്ടു. ക്രീസിൽ നിലയുറപ്പിച്ച് സൂര്യകുമാർ യാദവ്. വൈശാഖ് കുമാറിന് 2 വിക്കറ്റ്. പ്രധാന വാർത്തകൾ കഴിയുന്നു. കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഈ മഴയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വായിച്ചു. ഇനി മഴ അറിയിപ്പുകൾ. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 27 വരെ ചുരത്തിൽ ഭാരവാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലും ജലാശയങ്ങളിലെയും വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്.
എറണാകുളം ജില്ലയിലെ ക്വാറി പ്രവർത്തനങ്ങൾക്കും മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മെയ് മാസം 27-ാം തീയതി വരെ കോട്ടയം ജില്ലയിൽ ഖനനം നിരോധിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ, പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഈ മാസം 26 വരെ നിരോധിച്ചു. നീലഗിരി ജില്ലയിലെ ഊട്ടി ഉൾപ്പെടെയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചു. നിലമ്പൂർ നാടുകാണി ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കനത്ത മഴയെ തുടർന്ന് കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ മരം ഒടിഞ്ഞു വീണുവെന്ന വാർത്ത വരുന്നുണ്ട്. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം പ്രിയപ്പെട്ട ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ നീങ്ങുന്നു. MSC എൽസ-3 കപ്പൽ മുങ്ങിയ സ്ഥലത്ത് 100 കണ്ടെയ്നറുകൾ കണ്ടെത്തി. ചിലത് തകർന്ന നിലയിലാണ്. കപ്പലിൽ നിന്നുള്ള ഓയിൽ ചോർച്ച 2 നോട്ടിക്കൽ മൈൽ ദൂരം വ്യാപിച്ചു. ICG സമുദ്രപ്രഹരി എന്ന കപ്പൽ സംഭവ സ്ഥലത്ത് എത്തിച്ചേരും. കണ്ടെയ്നറുകൾ മാറ്റാൻ സാൽവേജ് ഷിപ്പ് ഉടൻ എത്തിക്കും. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. പറയൂ വിഷ്ണു. ഈ കപ്പല് തകർന്നയിടത്ത് 100ഓളം കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഒരു പക്ഷേ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ 40 കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയി എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയെന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പ്രസ് റിലീസിൽ വ്യക്തമാക്കുന്നത്. ഈ ഓയിലുമായി ബന്ധപ്പെട്ട് 2 നോട്ടിക്കൽ മൈലോളം ഇത് പടർന്നിട്ടുണ്ട് എന്നാണ് അവരുടെ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. ഈ പ്രദേശത്തേക്ക് കൂടുതൽ ഓയിലുകൾ എത്തുന്നത് തടയുന്നതിന് വേണ്ടി ISGയുടെ അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സക്ഷവും കൂടുതൽ കപ്പലുകളും അവിടെ ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മേഖലകളിലേക്ക് ഈ എണ്ണ പടർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിച്ചു വരുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റ് നിരീക്ഷിച്ച് ഈ എണ്ണ പടർന്ന ഇടങ്ങളിലേക്ക് അവിടെ ബൂം ചെയ്യാനുള്ള ഒരു പ്രോസസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് ICG ഷിപ്പ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഷിപ്പാണ് സമുദ്ര. ആ കപ്പൽ കൂടി അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഒരു തരത്തിലും ഈ എണ്ണപ്പാളികൾ കരയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. അതിനുവേണ്ടി 3ഓളം ഷിപ്പുകൾ ഇതിനോടകം തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം നടന്ന ഏകദേശം 2 ദിവസത്തോളം പിന്നിടുമ്പോഴും ഇപ്പോഴും അവര് ഇതിന്റെ പണിപ്പുരയിൽ തന്നെയാണ്. അവരുടെ ആദ്യഘട്ടം അത് വിജയമായിരുന്നു. 24 നാവികരെയും രക്ഷിച്ചു. 2ാം ഘട്ടം ഈ പാരിസ്ഥിതിക ആഘാതം അടക്കമുള്ള വിഷയങ്ങൾ തടയുക എന്നുള്ളതാണ്. ആ പ്രോസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിജയം കാണും എന്ന് തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കപ്പലിന്റെ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി സാൽവേജ് ഷിപ്പുകൾ അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികളും ഉടൻ ഉണ്ടാകും. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ YS അഭിനന്ദൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കും. ചാലക്കുടി പുഴയിലേക്ക് വെള്ളം ഒഴുകി വിടും. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നതുകൊണ്ട് ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതുകൊണ്ട് സുരക്ഷിതമായ അളവിൽ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാനുണ്ടെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിക്കുന്നു. പെരിങ്ങൽകുത്ത് ഡാമിലെ അധിക ജലം ഒഴുക്കി വിടുന്നത് മൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിപ്പിൽ പറയുന്നു. പുഴയിൽ മീൻപിടുത്തം അനുവദിക്കില്ലെന്നും ജില്ലാ കളക്ടർ. കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി ഇറക്കുമതി ചുങ്കം ചുമത്തും. കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനും തീരുമാനമായി. 1962 കസ്റ്റംസ് നിയമപ്രകാരമാണ് തീരത്തടിഞ്ഞ 20ലധികം കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചത്. രാവിലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. കണ്ടെയ്നറിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി ഇറക്കുമതി ചുങ്കം ചുമത്തും. ചുങ്കമടച്ച് കമ്പനികൾക്ക് കണ്ടെയ്നറുകൾ ഏറ്റെടുക്കാം. അല്ലെങ്കിൽ സാധനങ്ങൾ കണ്ടുകെട്ടാനാണ് കസ്റ്റംസ് നീക്കം. കണ്ടെയ്നറുകളിലെ മിക്ക സാധനങ്ങളും കടലിൽ നഷ്ടമായ സാഹചര്യത്തിൽ കമ്പനികൾ ഇനി ഇവ ഏറ്റെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പരിശോധനകൾ പൂർത്തിയാക്കി കണ്ടെയ്നറുകൾ നാളെ കൊല്ലം പോർട്ടിലേക്ക് മാറ്റും.
ഇതിനിടെ തിരുമുല്ലാവാരത്തും കൊല്ലം ബീച്ചിന് സമീപം തിരുവാതിര നഗറിലും കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞു. തിരുമുല്ലാവാരത്തടിഞ്ഞത് ഉൽപ്പന്നങ്ങളടങ്ങിയ കണ്ടെയ്നറാണ്. സുജിത് സുരേന്ദ്രൻ, 24, കൊല്ലം. തൃശ്ശൂരിൽ ഒരു ബൈക്ക് യാത്രികന്റെ അഭ്യാസ പ്രകടനം. പെരുമ്പിലാവിൽ KSRTC ബസ്സിന് തടസ്സമുണ്ടാക്കിയായിരുന്നു ഇയാളുടെ അഭ്യാസം. ബൈക്ക് ഓടിച്ച കുന്നംകുളത്തെ സജീഷിന് 1500 രൂപ പിഴയിട്ടു. 3 മാസത്തേക്ക് ലൈസൻസും സസ്പെൻഡ് ചെയ്തു. YS അഭിനന്ദ് ടെലിഫോണിൽ തൃശ്ശൂരിൽ നിന്ന്. അഭിനന്ദ്, അഭ്യാസിയാണോ ഇയാൾ? അഭ്യാസി. SKN തൃശൂർ പെരുമ്പിലാവിൽ KSRTC ബസ്സിന് മുന്നിൽ തടസ്സമുണ്ടാക്കിയ ബൈക്ക് ഓടിച്ച യുവാവിന്റെ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പാലായിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോയിരുന്ന KSRTC ബസ്സിന് മുന്നിൽ കൂടെയാണ് ഇയാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് തടസ്സം സൃഷ്ടിച്ചത്. വീഡിയോ സഹിതം KSRTCയിലെ ജീവനക്കാർ തൃശൂർ എൻഫോഴ്സ്മെന്റ് RTOക്ക് നൽകി. എൻഫോഴ്സ്മെന്റ് RTOക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1500 രൂപ പിഴയും ഈടാക്കി. 3 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തൃശൂർ RTO പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അഭ്യാസ പ്രകടനത്തിന്റെ പേരിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1500 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. കുന്നംകുളം മരത്തൻകോട് സ്വദേശി സജീഷിനെതിരെയാണ് ഇത്തരത്തിലേക്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. SK YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് ടെലിഫോണിൽ. ഇപ്പോൾ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നുണ്ട്. കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിൽ റെയിൽ ട്രാക്കിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് ശ്യാമിൻ്റെ റിപ്പോർട്ട്. ഇനി നമുക്കൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ സർവകലാശാലകളിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കാൻ നീക്കവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ രംഗത്ത്. ഗവർണറുടെ നടപടിയുടെ വിശദാംശങ്ങളിലേക്ക് ഇടവേള കഴിഞ്ഞ് നമുക്ക് മടങ്ങി വരാം. ബ്രേക്ക്. പ്രൈം ടൈം തുടരുകയാണ്. കോഴിക്കോട് അരീക്കാട് ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണു. വീടിന്റെ മേൽക്കൂരയിൽ പാകിയ ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പതിച്ചു. ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. സമീർ സിംഗ് മുഹമ്മദ് കോഴിക്കോട് നിന്നും പ്രൈം ടൈമിൽ ചേരുന്നു. സമീർ, വിവരങ്ങൾ. SKN ശക്തമായ മഴയും അതേ തുടർന്നുള്ള വലിയ നാശനഷ്ടങ്ങളും തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശക്തമായ ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അരീക്കാട് ഭാഗത്തെ ഒരു വീടിൻ്റെ മേൽക്കൂര അത് പൂർണ്ണമായും ഈ ശക്തമായ കാറ്റിൽ ഇങ്ങോട്ട് റെയിൽവേ ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ട്രാക്കിലേക്ക് വീണ അതിൻ്റെ ഇലക്ട്രിക് ലൈനിനെ അത് പൊട്ടി വീഴുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അത് റെയിൽവേയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഒരു 8 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ രക്ഷാ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴാണ് ചേട്ടാ ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? 7 മണിയോട് കൂടെയാണ് ഉണ്ടാവുന്നത്. അപ്പം ഇപ്പോൾ എങ്ങനെയാണ് ആളുകളൊക്കെ അവിടുന്ന് മാറ്റാനും കാര്യങ്ങളൊക്കെ? ഇല്ല, ആളുകളൊന്നും അങ്ങനെ ഇതായിട്ടില്ല. പിന്നെ ഇവർ വരാൻ കുറച്ച് നേരം വൈകി പോയിക്കുന്നു. ഒരു മണിക്കൂറോളം ആയിരിക്കുന്നു ഫയർഫോഴ്സിന്റെ ടീം വരണങ്ങളെ. ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ക്ലിയർ ചെയ്ത് നിൽക്കുന്നത്. പിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. എപ്പോഴാണ് സംഭവം? 7 മണി 7:30 ആകുമ്പോഴാണ് വരുന്നത്. ഞാൻ കളി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ആദ്യം മരം വീണേരം കുറച്ചിങ്ങോട്ട് വന്നേരാന്ന് പെട്ടെന്ന് ശക്തമായ കാറ്റാ. അത് നിൽക്കാൻ പറ്റാത്ത കാറ്റാ, നല്ല കാറ്റാണ്. കറക്റ്റ് 7 മണി 6:50 മരം വീണേ. അപ്പോൾ ആദ്യം ചെറിയൊരു കാറ്റുണ്ടേ. ഞാൻ കളിച്ചു വരുന്ന സമയത്ത് ആ റെയിലൂട്ടിയാണ് വന്നത്. അപ്പോൾ മരം വീണേരം പാലേരാന്ന് ഈ ഷീറ്റ് വീണുണ്ട്. അന്നേരം അങ്ങോട്ട് പോയത്. അന്നേരം ആളുള്ള ഒരു ക്ലബിലുള്ള ഏട്ടന്മാരെല്ലാം വിളിച്ചിട്ടാണ് അറിയിച്ചത്. ചുഴലിക്കാറ്റായിരുന്നു. അതിശക്തമായ കാറ്റ്. ചുഴലിക്കാറ്റ് അതിശക്തമായി നടക്കണ ആ 10 മിനിറ്റ് നേരം അപ്പൊ ഇതിനെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഒന്നായിട്ട് ഈ റൂഫ് അതിന് ഇന്നലെ അവിടെ റൂഫ് വീണുണ്ട്. ഇതിപ്പോ ഇവിടെ 3 മരം. ഇതൊക്കെ SKN ഇങ്ങനെയാണ് സമീപത്തുള്ള നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ റൂഫ് അത് കാറ്റിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടം. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയെ തുടർന്ന് കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരമൊടിഞ്ഞു വീണു. റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണു. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശ്യാം കുമാർ ടെലിഫോണിൽ ചേരുന്നു. ശ്യാം, വിവരങ്ങൾ. കനത്ത മഴയിലാണ് കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും
അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് റെയിൽവേ ട്രാക്കിൽ വൈദ്യുത ലൈൻ പൊട്ടി വീണു എന്നുള്ളത്. ആ ദൃശ്യങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്യാംകുമാർ അല്പം മുമ്പ് നമ്മളെ അറിയിച്ചത്. കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിലെ റെയിൽവേ ട്രാക്കിലേക്കാണ് മരം വീണത്. ശ്യാംകുമാർ ചേരുന്നു. പറയൂ ശ്യാം. എന്തായാലും സിഗ്നൽ കുറവുള്ള ഒരു സ്ഥലത്താണ് തോന്നുന്നു ശ്യാംകുമാർ നിൽക്കുന്നത്. എന്തായാലും കിട്ടുന്നില്ല. റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണു. എന്തായാലും അത് മാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തകൃതിയായ ശ്രമങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സർവകലാശാലകളിൽ കൂടുതൽ അധികാരം ഉറപ്പിക്കാൻ നീക്കവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സർവകലാശാല അറിയിപ്പുകൾ അയക്കുമ്പോൾ മീറ്റിങ്ങുകളിലെ ഗവർണറുടെ പങ്ക് വിശദീകരിക്കുന്ന കുറിപ്പ് കൂടി ചേർക്കണം. രാജ്ഭവനിലേക്ക് അയക്കുന്ന കത്തുകളിലും റിപ്പോർട്ടുകളിലും അനുബന്ധമായ റഫറൻസ് രേഖകളുടെ ഇംഗ്ലീഷ് പകർപ്പ് കൂടി സമർപ്പിക്കണമെന്നും ചാൻസലർ കൂടിയായ ഗവർണർ യൂണിവേഴ്സിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഗവർണറുടെ സർക്കുലറിന്റെ പകർപ്പ് 24-ന് കിട്ടി. ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കുകയാണ്. സർവകലാശാലകളുടെ അധികാരികൾ ചേരുന്ന സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ യോഗങ്ങളെക്കുറിച്ച് ചാൻസലറായ ഗവർണറെ സാധാരണ അറിയിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ വെറുതെ അറിയിപ്പ് മാത്രം പോരാ. യോഗങ്ങളിൽ ഗവർണറുടെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പും അറിയിപ്പുകൾക്കൊപ്പം നൽകണം. സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾ കൂടി ഉദ്ധരിച്ച് ഇംഗ്ലീഷിൽ വേണം കുറിപ്പുകൾ അറിയിക്കേണ്ടത്. സർവകലാശാലയിൽ നടപ്പാക്കേണ്ട തീരുമാനങ്ങൾ കത്തുകളായോ റിപ്പോർട്ടുകളായോ ഗവർണറെ അറിയിക്കാറുമുണ്ട്. എന്നാൽ ഇനി മുതൽ അത്തരം കത്തുകളിലും റിപ്പോർട്ടുകളിലും അനുബന്ധമായി മുൻ ഉത്തരവുകളോ നിയമങ്ങളോ റഫറൻസുകളോ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ റഫറൻസുകളുടെ പകർപ്പ് കൂടി ഗവർണർക്ക് നൽകണം. ഇത്തരത്തിലുള്ള സർവകലാശാല നിയമമോ സ്റ്റാറ്റ്യൂട്ടുകളോ മലയാളത്തിലുള്ളവയാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് വേണം അയക്കേണ്ടത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും രാജ്ഭവനിൽ നിന്ന് സർക്കുലർ അയച്ചു. ഗവർണർമാരുടെ സർവകലാശാല ചാൻസലർ പദവി ആലങ്കാരികമല്ലെന്ന നിലപാടിൽ നിരന്തരം ഇടപാടുകൾ നടത്തിയായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ LDF സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതല ഏറ്റെടുത്ത ശേഷം ഇതുവരെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ മാറുകയാണ്. അതിന്റെ ആദ്യ സൂചനയായിട്ടാണ് പുതിയ സർക്കുലർ വിലയിരുത്തപ്പെടുന്നതും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്ന് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഒരു വീട് പൂർണ്ണമായും 50 വീടുകൾ ഭാഗികമായും തകർന്നുപോയി. കോതമംഗലം ഊന്നുകല്ലിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 63-കാരനായ ബേബി ദേവസ്യ, ഭാര്യ മോളി ബേബി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൻമരിയ സണ്ണി ടെലിഫോണിലുണ്ട്. ആൻമരിയ, പറയൂ. SKN വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 63 വയസ്സുള്ള ബേബി ദേവസ്യ, 53 വയസ്സുള്ള മോളി ബേബി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിൽ ബേബി ദേവസ്യയെ തൂങ്ങി മരിച്ച നിലയിലും മോളി ബേബിയെ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. വൈകുന്നേരം 7 മണിയോട് കൂടി ഈ അയൽവക്കക്കാരൊന്നും ഇവരെ പുറത്തേക്ക് കാണാതിരുന്നതിനെ തുടർന്ന് വീടിനുള്ളിലേക്ക് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഊന്നുകൽ എന്ന് പറയുന്നത് കുറച്ച് ഈ കോതമംഗലത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് പെട്ടെന്ന് അങ്ങോട്ട് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്പസമയങ്ങൾക്ക് മുമ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇത്, ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിവരം. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മോളിയെ കട്ടിലിൽ മരിച്ച നിലയിലും ബേബിയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തുന്നത്. എന്തെങ്കിലും കുടുംബ പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അയൽവക്കക്കാരുടെ അനുസരിച്ച് അന്വേഷിച്ചു വരികയാണ്. ഈ ബേബിയും മോളിയും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. മക്കൾ മറ്റു ഇടങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കുകയാണ്. അങ്കമാലി പുളിയിനം അങ്ങാടിക്കടവ് റൂട്ടിൽ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞ് ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുവെന്ന് ആൻമരിയ സണ്ണി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താറുമാറായി. ഏറ്റവും അവസാനം കളമശ്ശേരിക്കും അമ്പാട്ടുകടവിനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു. എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം നിലയ്ക്കും. പല ട്രെയിനുകളും ഇപ്പോൾ അങ്കമാലി സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളുടെ പ്രതിനിധി ആൻമരിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടെലിഫോണിൽ ആൻമരിയുണ്ട്. വൈദ്യുതി ലൈൻ പൊട്ടി വീണത് കാരണം തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കുമുള്ള ട്രെയിനുകൾ ഓടാൻ കഴിയില്ല. കോട്ടയത്തേക്കുള്ള ട്രെയിനുകൾക്കും കടന്നു പോകാൻ കഴിയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN എറണാകുളം ജില്ലയിൽ വൈകുന്നേരത്തോട് കൂടിയുള്ളത് അതിശക്തമായ കാറ്റുമഴയാണ്. ജില്ലയുടെ പല ഭാഗത്തും ഈ കാറ്റുമഴയും ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ആൽമരം വീണുകൊണ്ട് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്നത്. ആൽമരമാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല ഭാഗത്തേക്കും തിരുവനന്തപുരം കോട്ടയം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ അങ്കമാലി സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ട്രെയിൻ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ആൽമരം കനത്ത ശക്തമായ കാറ്റാണ് ജില്ലയിൽ വീശുന്നത്. ഈ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീഴുന്നത്. രണ്ട് ഭാഗത്തേക്കുമുള്ള ഇലക്ട്രിക് ലൈനുകൾ മുഴുവൻ പൊട്ടി നിലത്ത് വീണ് കിടക്കുകയാണ്. ഈ ഭാഗത്തേക്ക് ഈ അമ്പാട്ടുകാവിനും കളമശ്ശേരി അമ്പാട്ടുകാവിനും ഇടയിലാണ് ഈ ആൽമരം വീഴുന്നതും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതും. ഈ ഭാഗത്തേക്ക് ഈ റെയിൽവേ ജീവനക്കാരും പോലീസും എല്ലാം ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആ ഭാഗത്തെത്തിയവരിലെയും ആൽമരം വെട്ടിമാറ്റി ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ SKN തിരുവനന്തപുരം കോട്ടയം ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം ഇനി ഒരു ഏത് സമയത്തോടു കൂടി ഇനി പുറപ്പെടാൻ സാധിക്കുമെന്ന് പോലും പറയാൻ സാധിക്കില്ല എന്നാണ് റെയിൽവേ ജീവനക്കാരും പറയുന്നത്. അവർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. കോട്ടയം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം ഇപ്പോൾ ഈ അങ്കമാലി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. SKN ഇപ്പോൾ അറിയുന്ന വിവരം രാത്രിയിൽ പണികൾ പൂർത്തിയാക്കാൻ സാധ്യതയില്ല എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണതുകൊണ്ട് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ ചില ട്രെയിനുകൾ അങ്കമാലി സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ കാത്തു നിൽക്കുന്ന ആളുകൾ മറ്റുള്ള വഴികൾ തേടണം എന്നാണ് നമുക്ക് പറയാൻ ഉള്ളത്. കോട്ടയത്തേക്കും തിരുവനന്തപുരത്തേക്കുള്ള പോകുന്ന ട്രെയിനുകളൊന്നും ഈ രാത്രി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ രാത്രിയിൽ ഈ പൊട്ടിവീണ ലൈനുകൾ ശരിയാക്കാൻ കഴിയില്ല എന്നാണ് റെയിൽവേയുടെ അറിയിപ്പ്. നിലവിൽ 2 ട്രെയിനുകൾ പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോട്ടയം റൂട്ടിലേക്കുള്ള ട്രെയിനുകളിലൊന്നും കടന്നു പോകാൻ കഴിയില്ല എന്നും അറിയിക്കുന്നു. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി. ഈ മഴയൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും കാറ്റടിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.